നമസ്കാരം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചവരുടെ പട്ടികയിൽ ജപ്പാൻ എന്ന് മുൻപന്തിയിലാണ്. ഈ നിരയിലേക്ക് പുതിയൊരു പേര് കൂടി കടന്നു വന്നിരുന്നു. 114 വയസ്സുകാരിയായ ഷിഗോഗോവ കഗാവ. ജപ്പാനിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി അടുത്തിടെ അന്തരിച്ച മിയോക്കോ ഹിരോയാവസിന് ശേഷം ഈ പദവി ഷിഗോഗോ കഗാവയ്ക്ക് ലഭിച്ചു. വാർദ്ധക്യത്തെ ചെറുത്ത് തോൽപ്പിച്ച് യുവത്വത്തിന്റെ ഊർജ്ജസ്വലതയോടെ ജീവിക്കുന്ന ഈ മുത്തശ്ശിയുടെ ജീവിതകഥ ലോകത്തിന് മുഴുവൻ പ്രചോദനമാവുകയാണ്. 1911 മെയ് 28-ന് ജപ്പാനിലെ നാര പ്രിഫെക്ചറിലാണ് ഷിഗോഗോ കഗാവ ജനിച്ചത്. ഒസാക്ക വിമൻസ് മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടിയ ശേഷം ഡോക്ടറായി ജോലി ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒസാക്കയിലെ ഒരു ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ച അവർ പിന്നീട് ഗൈനക്കോളജിസ്റ്റായും സ്വന്തം കുടുംബ ക്ലിനിക്കും നടത്തി. രാത്രികാലങ്ങളിൽ പോലും പ്രസവത്തിന് സഹായം തേടി വിളിക്കുന്ന രോഗികൾക്കായി ഓടിയെത്താൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. 86-ാം വയസ്സിലാണ് അവർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷവും കഗാവ സാമൂഹിക പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. 2000 വഹിച്ചത് ആവേശത്തോടെയെന്ന് ലോകം കണ്ടു. എന്നാൽ തന്റെ നീണ്ട ജീവിതത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ കഗാവയുടെ മറുപടി വളരെ ലളിതമാണ്. വലിയൊരു ആഴമുണ്ട്. എനിക്ക് പ്രത്യേക രഹസ്യങ്ങളൊന്നും ഇല്ല. ഞാൻ എല്ലാ ദിവസവും കളിച്ചു നടക്കുന്നു. എന്റെ ഊർജമാണ് എന്റെ ഏറ്റവും വലിയ സമ്പത്ത്. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഞാൻ പൂർണ്ണമായും സ്വതന്ത്രയാണ്. ഇതാണ് അവർ വ്യക്തമാക്കുന്നത്. വളരെ ചിട്ടയായ ഒരു ജീവിതശൈലി പിന്തുടരുന്ന വ്യക്തിയാണ് കഗാവ. എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രദ്ധിക്കും. 3 നേരം പോഷക സമൃദ്ധമായ ഭക്ഷണം ചെറിയ അളവിൽ കഴിക്കും. കൂടാതെ പത്രം വായിച്ചും കാലിഗ്രഫി പരിശീലിച്ചും അവർ തന്റെ മനസ്സിനെ സജീവമായി നിലനിർത്തുന്നു. ഡോക്ടറായിരുന്ന കാലത്ത് രോഗികളെ കാണാൻ കാൽനടയായി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വന്നിരുന്നു. ആ ശീലം തന്റെ ആരോഗ്യത്തിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു. വാർദ്ധക്യത്തെ വെല്ലുവിളിച്ച് തന്റെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവർ പ്രായം വെറും ഒരു നമ്പർ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. തന്റെ കുടുംബത്തിന്റെ സ്നേഹവും പിന്തുണയും തന്റെ സന്തോഷത്തിന് വലിയൊരു കാരണമാണെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.